നമസ്കാരം. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗൊക്കെ ഒരു കാലത്ത് ആഘോഷമായി നമുക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? കലൂർ രാജേന്ദ്ര സ്റ്റേഡിയത്തിലൊക്കെ മത്സരം നടക്കുന്ന സമയത്ത് മമ്മൂട്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നു, ലാലേട്ടൻ കളിക്കാൻ വേണ്ടി എത്തുന്നു. ഒരു സമയത്ത് CCLൊക്കെ ഭയങ്കര തരംഗമായിരുന്നു. വാർത്താ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പത്രങ്ങളിൽ ഉൾപ്പെടെ വലിയ കോളത്തിലൊക്കെ വന്നിരുന്ന ഒരു ലീഗും കൂടിയായിരുന്നു. പിന്നീട് അതിൻ്റെ ഒത്തൻറ്റിസിറ്റി ഒക്കെ കുറഞ്ഞു മാറി. പക്ഷേ നൗ CCL കഴിഞ്ഞ ദിവസം കേരള സ്ട്രൈക്കേഴ്സും മുംബൈ ഹീറോസും തമ്മിലായിരുന്നു മത്സരം. കേരള സ്ട്രൈക്കേഴ്സ് ഇത്തവണ വലിയ പരിശീലനമൊക്കെ നടത്തിയിട്ടാണ് അവർ എത്തിയത്. ഭയങ്കരമായ പരിശീലനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലും അവർ പറഞ്ഞിരുന്ന കാര്യം ഇത്തവണ ഞങ്ങൾ വെറുതെ കളിക്കാൻ വരുന്നതല്ല, ഇത്തവണ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ആ കപ്പ് അടിക്കണം എന്നുള്ളതാണ്. കപ്പിനും ചുണ്ടിനും ഇടയിൽ ആ കപ്പ് പലപ്പോഴേ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, 2-3 വട്ടം പോയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ സീസണിൽ കേരള സ്ട്രൈക്കേഴ്സ് ഇറങ്ങിയില്ല. അതിന് മുന്നേ T10 ഫോർമാറ്റിലായിരുന്നു കേരള സ്ട്രൈക്കേഴ്സ് CCL നടന്നത്. അതായത് ആദ്യ ഇന്നിങ്സ് 10 ഓവർ, അപ്പോൾ പിന്നീട് ഓപ്പോസിറ്റ് ടീം 10 ഓവർ കളിക്കും, പിന്നെ വീണ്ടും ആ ടീം 10 ഓവർ കളിക്കും, പിന്നെ മറ്റേ ടീം 10 ഓവർ കളിക്കും. അങ്ങനെ ഒരുമാതിരി അവിയൽ പരുവത്തിലായിരുന്നു CCL പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ക T20 ഫോർമാറ്റിലേക്ക് CCL മാറി. അങ്ങനെ കഴിഞ്ഞ ദിവസം കേരള സ്ട്രൈക്കേഴ്സ് വേഴ്സസ് മുംബൈ ഹീറോസ് ആയിരുന്നു മത്സരം. കേരള സ്ട്രൈക്കേഴ്സിനെ നയിച്ചത് ക്യാപ്റ്റൻ ഉണ്ണി മുകുന്ദൻ, മുംബൈ ഹീറോസിനെ നയിച്ചത് ക്യാപ്റ്റൻ ഹൃദേശ് ദേശ്മുഖ്. അപ്പോൾ ഇതായിരുന്നു മത്സരം. കഴിഞ്ഞ ദിവസം ടീമിൽ ഇറങ്ങിയത് പോലും നമുക്ക് പരിചിതമായ പല ആളുകളും ഉണ്ടായിരുന്നു. ഉണ്ണി മുകുന്ദൻ ഉണ്ടായിരുന്നു, ബിനീഷ് കോടിയേരി ആയിരുന്നു വൈസ് ക്യാപ്റ്റൻ, ചില പ്രധാനപ്പെട്ട താരങ്ങൾ ഉൾപ്പെടെ കളിച്ചു. പക്ഷേ കേരള സ്ട്രൈക്കേഴ്സ് ജയിച്ചു. 190 എന്ന റൺമല ചേസ് ചെയ്തുകൊണ്ടാണ് കേരള സ്ട്രൈക്കേഴ്സ് ജയിച്ചത്. അപ്പോൾ ആ ജയം തന്നെ സൂചിപ്പിക്കുന്നത് ഇത്തവണ സെലിബ്രിറ്റീസ്, അതായത് താരങ്ങൾ വരുന്നത് വെറുതെ അല്ല, അവർ ക്രിക്കറ്റ് ബാറ്റും ബോളും പിടിച്ച് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത് വെറുതെ അല്ല എന്ന് സൂചിപ്പിക്കുന്നതായിരുന്നു ആദ്യ മത്സരമാണ് കഴിഞ്ഞ ദിവസം രാത്രി 7 മണിക്ക് നടന്നത്. എന്തായാലും ആ മത്സരത്തെ പറ്റിയുള്ള വിശകലനം നടത്തുമ്പോഴേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മദൻ മോഹൻ മാൻ ഓഫ് ദ മാച്ച് ഡിസേർവ് ചെയ്തിരുന്നു എന്നത് സംബന്ധിച്ചാണ്. എന്തുകൊണ്ട് മദൻ മോഹന് മാൻ ഓഫ് ദ മാച്ച് കിട്ടിയില്ല എന്നൊരു ചോദ്യമുണ്ട്. മാൻ ഓഫ് ദ മാച്ച് കിട്ടിയത് ഉണ്ണി മുകുന്ദനാണ്. 3 വിക്കറ്റുകൾ എടുത്തു, 18 റൺസോളം ഉണ്ണി സ്കോർ ചെയ്യുകയും ചെയ്തു. ഉണ്ണി മുകുന്ദനായിരുന്നു ഓപ്പണിംഗ് ബാറ്റർ കേരളത്തിന് വേണ്ടിയിട്ട്. ഉണ്ണിയും അർജുൻ നന്ദകുമാറുമായിരുന്നു. ഉണ്ണി മുകുന്ദൻ പന്തെറിഞ്ഞു 3 വിക്കറ്റുകൾ നേടുകയും ചെയ്തു. അങ്ങനെയാണ് ഒരു ഓൾറൗണ്ട് പെർഫോമൻസ് എന്ന രീതിയിലാണ് ഉണ്ണി മുകുന്ദന് മാൻ ഓഫ് ദ മാച്ച് കൊടുത്തത്. പക്ഷേ മദൻ മോഹൻ അല്ലായിരുന്നു ഡിസേർവിങ്. CCL കണ്ടവരുടെ അഭിപ്രായം പറയണം, മദൻ മോഹൻ ആയിരുന്നു ഡിസേർവിംഗ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 10 ഓവറിൽ 74 റൺസിന് 2 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു കേരള നിന്നത്. പിന്നീട് ചേസ് ചെയ്യാൻ 118 റണ്ണ് വേണമായിരുന്നു ലാസ്റ്റ് 10 ഓവേഴ്സിൽ. അതിനുശേഷം കൃത്യമായിട്ട് ആ ഇന്നിങ്സ് പേസ് ചെയ്ത് അത് ബിഗ് ഷോട്ട്സിനെല്ലാം കൊണ്ടുപോയി അവസാനം ആ മത്സരം ജയിപ്പിച്ചെടുത്തത് മദൻ മോഹൻ തന്നെയാണ്. ഒരു തരത്തിലും തർക്കമില്ല. അല്ലായിരുന്നെങ്കിൽ കേരള സ്ട്രൈക്കേഴ്സ് പരാജയപ്പെട്ടേനെ. അതായിരുന്നു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. തുടക്കം തന്നെ ടോസ് ജയിച്ച് ബോൾ ചെയ്യായിരുന്നു കേരള ചെയ്തത്. ഉണ്ണി മുകുന്ദനാണ് ടോസ് നേടിയത്. ഉണ്ണി ബൗൾ ചെയ്യുകയാണ് ചെയ്തത്. നല്ലൊരു തുടക്കം കേരളത്തിനുണ്ടായിരുന്നു. തുടക്കം മുംബൈക്കായിരുന്നു ആദ്യത്തെ 3 ഓവറിൽ. പക്ഷേ പിന്നീട് 2 വിക്കറ്റ് അടുപ്പിച്ച് കിട്ടി. കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് പോയ രാജീവ് പിള്ളയെ ആദ്യ പന്തിൽ തന്നെ റണ്ണൗട്ടാക്കാൻ കേരളത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ മറ്റൊരു ടീമിൽ പോയിട്ട് ഈ ടീമിനെതിരെ കളിക്കാൻ വേണ്ടി വലിയ വാശിയോടെ മുംബൈ ഹീറോസ് ഇറക്കിയതാണ് രാജീവ് പിള്ളയെ. കാരണം കഴിഞ്ഞ മത്സരത്തിൽ കേരളത്തിന് മുമ്പത്തെ മുംബൈ ഹീറോസിൻ്റെ മത്സരം അവർ പരാജയപ്പെട്ടു. രാജീവിനെ കളിപ്പിച്ചതുമില്ല. രാജീവിനെ ടീമിലേക്ക് കൊണ്ടുവന്നത് കേരള സ്ട്രൈക്കേഴ്സിനെതിരായ മത്സരത്തിലാണ്. പക്ഷേ രാജീവ് പിള്ള ആദ്യത്തെ പന്തിൽ തന്നെ റണ്ണൗട്ട് ആവുകയാണ് ചെയ്തത്. അതൊരു അനാവശ്യ റണ്ണൗട്ടായിരുന്നു. കളി കണ്ടവർക്ക് മനസ്സിലാവും. എന്തായാലും അതൊരു ഭാഗത്ത് നിൽക്കുകയാണ്. പക്ഷേ ഗംഭീരമായ ഒരു ടീമിനെ കാണാൻ സാധിച്ചു എന്നുള്ളത്. നമ്മൾ മുന്നത്തെ പോലെ വെറുതെ വന്ന് കളിക്കുക എന്ന് തന്നെയല്ല. മാത്രമല്ല നമ്മൾ സ്ക്രീനിൽ തിരശ്ശീലയിൽ കാണുന്ന താരങ്ങളെ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന കാണാനായിട്ടുള്ള ഒരു രസമുണ്ട്. ആ രസമാണ്, ആ ഒരു എൻ്റർടൈനിങ് ഫാക്ടറാണ് CCL ഇത്രയും വർഷങ്ങളോളം പിടിച്ചു നിർത്തിയത്. എന്തായാലും ആ ഒരു ഫാക്ടറിലേക്ക് തന്നെ കേരള വരികയും ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്ലെയേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോഴും ഭയങ്കര രസമുള്ള പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പം ഉണ്ണി ആയാലും അർജുൻ നന്ദകുമാർ ആയാലും അരുൺ ബെന്നി ആയാലും മദൻ മോഹൻ ആയാലും മണിക്കൂട്ടൻ കഴിഞ്ഞ ദിവസം കുറച്ച് എക്സ്പെൻസീവ് ആണ്. 2 ഓവറിൽ നിന്ന് 27 റൺസോളം മണിക്കൂട്ടൻ കൊടുത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതും പവർ പ്ലേയിലെ പവർ പ്ലേ ഓവേഴ്സിൽ 2 ഓവേഴ്സാണ് മണിക്കൂട്ടൻ എറിഞ്ഞത്. അതിനുശേഷം മണിക്കൂട്ടിന് ഓവറൊന്നും കൊടുത്തില്ല. പിന്നീട് എറിയാൻ വന്ന ജീൻ പോൾ ലാലും രസകരമായിട്ട് എറിഞ്ഞു. പക്ഷേ അപ്പുറത്ത് മുംബൈ ഹീറോസിൽ ഒരു വെടിക്കെട്ട് ബാറ്റർ ഉണ്ടായിരുന്നു. പുള്ളി ഏകദേശം 50 റണ്ണോളം അടിച്ചത്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം അദ്ദേഹം വന്നൊരു 50 റൺ അടിച്ചാണ് മുംബൈ ഒരു 190ലേക്ക് കൊണ്ട് എത്തിച്ചത്. 50-ന് മുകളിൽ അടിച്ചു, 190 റൺസിലേക്ക് കൊണ്ട് എത്തിച്ചത്. അതിനുശേഷം വളരെ സെറ്റായിട്ട് കളിച്ചുകൊണ്ടിരുന്ന കേരള സ്ട്രൈക്കേഴ്സിനാണ് നമ്മൾ കാണാൻ സാധിച്ചത്. പിന്നീട് അതിനുശേഷം ബാറ്റിങ്ങിൽ പോലും നല്ല പെർഫെക്റ്റ് ആയിരുന്നു. റൺ റേറ്റ് എത്ര വേണം അതനുസരിച്ച് കളിക്കാം എന്നുള്ളത് മദൻ മോഹൻ പിന്നീട് സ്റ്റിയർ ചെയ്ത് പോയി. അർജുൻ നന്ദകുമാർ നന്നായിട്ട് കളിച്ചു. പിന്നീട് ജീൻ പോൾ ലാലാണ് ബാറ്റിങ്ങിന് ഇറങ്ങിയത്. ജീനും നല്ല രീതിയിൽ കൊണ്ടുപോയി. വിവേക് ഗോപനും നല്ല രീതിയിൽ കൊണ്ടുപോയി. വിവേക് ഗോപൻ ആദ്യം കുറച്ച് ബോളുകളൊക്കെ കുറച്ചൊന്ന് ഡിഫെൻഡ് ചെയ്ത് കളിച്ചെങ്കിൽ പോലും പിന്നീട് അടുപ്പിച്ച് 3-4 ഒക്കെ അടിച്ച് റൺ റേറ്റ് വീണ്ടും കൂട്ടി. അങ്ങനെ ആകെ മൊത്തത്തിൽ നല്ലൊരു പ്രൊഫഷണൽ ഗെയിം കാണാൻ പറ്റി. അതായത് ഒരു പ്രൊഫഷണൽ ടീം കളിക്കുന്നത് പോലെ സ്റ്റാറ്റ്സ് വെച്ച് ഇതിങ്ങനെ കളിച്ചാൽ എങ്ങനെ പോവാം, ഇങ്ങനെ കളിച്ചാൽ എങ്ങനെ പോവാം എന്ന് തോന്നിപ്പോകുന്ന
മത്സരങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം CCLന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നലെയായിരുന്നു ഇന്ത്യ ന്യൂസിലൻഡ് മത്സരം. ആ മത്സരം ഇന്ത്യ പരാജയപ്പെട്ടെങ്കിലും വിരാട് കോഹ്ലിക്ക് ഒരു വ്യക്തിഗത നേട്ടം കൂടി ഉണ്ടാക്കാൻ സാധിച്ചു. ഇനി മുന്നിലുള്ളത് സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണ് എന്നുള്ളതും കൂടി നിൽക്കുമ്പോൾ, പക്ഷേ കേരള സ്ട്രൈക്കേഴ്സ് ആയിരുന്നു കഴിഞ്ഞ ദിവസം കുറച്ച് മലയാളികൾ കൂടുതലെങ്കിലും കണ്ടിട്ടുണ്ടാവുക. ഉറപ്പായിട്ട് ഇന്ത്യ ന്യൂസിലൻഡ് കണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇതൊരു പ്രൊഫഷണൽ ഗെയിം, ഇതൊരു സെലിബ്രിറ്റീസ് കളിക്കുന്ന ഒരു ലീഗിലെ ആദ്യത്തെ മത്സരം കേരള സ്ട്രൈക്കേഴ്സ് എന്ന രീതിയിൽ നല്ല രസമായിട്ട് തന്നെ ആ ഗെയിം പോയി. ഇത് പരാജയം എന്നത് മണത്ത് തുടങ്ങിയ ഘട്ടത്തിൽ നിന്നാണ് ഇവിടേക്ക് വന്നത്. പിന്നെ പലർക്കുമുള്ള സംശയം, എന്തുകൊണ്ട് മണിക്കുട്ടനെയും കലാഭവൻ പ്രചോദനയൊക്കെ ബാറ്റിങ്ങിന് അയച്ചു? അവിടെ ഡഗ് ഔട്ടിൽ വേറെയും കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നല്ലോ, അവർക്കൊക്കെ കളിക്കാൻ അറിയാമായിരുന്നല്ലോ, അവരെന്തുകൊണ്ട് ഇറക്കിയില്ല എന്നുള്ള ചോദ്യമുണ്ട്. അത് CCL ഒരു റൂളാണ്, ഒരു കാറ്റഗറി സെക്ഷൻ വൈസായിട്ട് ബാറ്റിംഗ് ഓർഡർ ഉൾപ്പെടെ തരംതിരിച്ചിരിക്കുന്ന റൂൾസാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്നും സംസാരിക്കാം. പക്ഷേ അതൊരു റൂളാണ്, അതിങ്ങനെ ഇറക്കണം എന്നുള്ള ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു നീക്കമെന്നാണ് പേഴ്സണലി മനസ്സിലാക്കുന്നത്. എന്തായാലും ആ ഒരു വിജയം ഒരു ഭയങ്കരമായ വിജയം, അത് ഗംഭീരമായ വിജയമായിട്ട് മാറി എന്നുള്ളത് വേണം തന്നെ പറയാൻ. അത് ഭയങ്കര ശക്തമായ രീതിയിൽ ഒട്ടാകെ മത്സരം കണ്ടുകൊണ്ടിരുന്നവർക്ക് ഒട്ടാകെ തന്നെ ഭയങ്കര ശക്തമായ രീതിയിൽ അത് വിശ്വസിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രോങ് ടീമായിട്ട് ഇത്തവണത്തെ CCLൽ കേരള സ്ട്രൈക്കേഴ്സ് മാറും എന്നുള്ളൊരു ചിന്തയും കൂടി ആ ഒരൊറ്റ മത്സരത്തിലൂടെ മാറി. പിന്നെ ഇന്നലെ മത്സരിക്കാത്ത കുറച്ചധികം പേരുണ്ടായിരുന്നു. ഇപ്പം അഖിൽമാരാർ കഴിഞ്ഞ ദിവസം ടീമിലുണ്ടായിരുന്നില്ല, പക്ഷേ ഫീൽഡിൽ ഇറങ്ങിയിട്ട് നല്ല നല്ല സ്റ്റോപ്പുകളൊക്കെ അഖിൽമാരാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നെ എനിക്ക് തോന്നുന്നു സിദ്ധാർത്ഥിൻ്റെ കൈ വയ്യ, അപ്പോൾ സിദ്ധാർത്ഥ് ഈ ടൂർണമെൻറ്റ് കളിക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ എന്നാലും ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നു. ഷാരിഖ് ടീമിൻ്റെ ഭാഗമായിരുന്നു, പക്ഷേ ഇന്നലത്തെ പ്ലേയിങ് ലെവലിലുണ്ടായിരുന്നില്ല. ഷാരിഖ് നല്ല ഗംഭീര പ്ലെയറാണ് എന്നതും സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അങ്ങനെ ചില പ്ലെയേഴ്സിനെ ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടാണ്. പിന്നെ പ്രശാന്ത് അലക്സാണ്ടറൊന്നും കഴിഞ്ഞ ദിവസം ടീമിൽ പോലും ഉണ്ടായിരുന്നില്ല, ഷൂട്ടിംഗ് തിരക്കുകളായിരിക്കാം, അറിയില്ല. എന്തായാലും അങ്ങനെ നിൽക്കുന്ന ഒരു ടീം, ആ ടീം കൊള്ളാം. ആദ്യത്തെ മത്സരം നല്ല ആധികാരികമായ വിജയമായിരുന്നു. നല്ല ക്ലൈമാക്സ് ട്വിസ്റ്റ് എന്നൊക്കെയല്ല ഞാൻ പറയുന്നത്, പെർഫെക്റ്റ് പ്രൊഫഷണൽ ഗെയിം. അതായത് മദൻ മോഹനെ പോലൊരു പ്രൊഫഷണൽ പ്ലെയറും കൂടെ വരുന്നത് കൊണ്ട് തന്നെ അതൊരു ആഡ് ഔട്ട് ബൂസ്റ്റായി. ആ ബൂസ്റ്റിംഗ് നല്ലോണം കളിച്ചു. അരുൺ ബെന്നി 3 വിക്കറ്റുകളോളം എടുത്തു. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു നല്ല മത്സരം കേരള സ്ട്രൈക്കേഴ്സിന് തുടക്കം ഉണ്ടാക്കാൻ സാധിച്ചു. നമുക്ക് പല ഓർമ്മകളൊക്കെ വരും. ഇപ്പോൾ ലാലേട്ടനൊക്കെ വന്ന് പന്തറിയുക, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, നിവിൻ പോളി, കുഞ്ചാക്കോ ബോബനൊക്കെ കളിച്ച ആ ഒരു CCLൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഉണ്ണി മൂന്നിനാണ് ടീമിൻ്റെ ചാർജ്. ഉണ്ണിയാണ് ക്യാപ്റ്റൻ ആവുന്നത്. ആൻഡ് ഇതിൻ്റെ ഓണർ രാജ്കുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഉണ്ണി മൂന്നിനാണ് ക്യാപ്റ്റൻ. ഇതിൻ്റെ ട്രെയിനിങ് ഞങ്ങൾ ഏകദേശം 2 മാസത്തോളം ആരംഭിച്ചതാണ്. അതിലൊക്കെ ഷൂട്ടിംഗ് പോലും മാറ്റി വെച്ചുകൊണ്ട് ഉണ്ണി മൂന്ന് വന്നിട്ടുണ്ട്. മുന്നത്തെ സീസണിലൊക്കെ ഞങ്ങൾക്ക് പല ക്യാപ്റ്റൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും പ്രാക്ടീസിന് ഇറങ്ങുന്നത് ഞാൻ ആരാണെന്നൊന്നും പറയുന്നില്ല എന്നതും കൂടി രാജ്കുമാർ പറഞ്ഞു. അപ്പോൾ ഈ ടീം ഡിറ്റർമിൻഡ് ആയിട്ടാണ് ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത്. പ്രാക്ടീസുകളൊക്കെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് ടീം ഇറങ്ങുമ്പോൾ ഇത്തവണ CCL കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്നതും വിശ്വസിക്കുന്നു. എന്താണ് കഴിഞ്ഞ ദിവസത്തിൽ നടന്ന മത്സരത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചു പോയതേ ഉള്ളൂ. എന്തായാലും കേരള സ്ട്രൈക്കേഴ്സ് ആർ ഹെഡിങ് ടുവേർഡ്സ് ദാറ്റ് കപ്പ്. അതാണ് അവരുടെ ഒരു വിശ്വാസം. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ളതാണ് കേരളമൊട്ടാകെയുള്ള ക്രിക്കറ്റ് എൻ്റർടൈൻമെൻറ്റ് ബേസ് ആരാധകരുടെ ആഗ്രഹവും പ്രാർത്ഥനയും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.